ഹായ് മക്കളെ, എനിക്കിപ്പോൾ കുറച്ച് ദിവസമായിട്ട് മെയിനായിട്ട് വരുന്ന ചോദ്യമാണ്, സാറേ ക്രാഷിന് ജോയിൻ ചെയ്യണോ വല്ല കാര്യമുണ്ടോ എന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഞാൻ പല രീതിയിലും നിങ്ങളോട് പറഞ്ഞു, ഇതുവരെയുള്ള നിങ്ങളുടെ ലൈഫൊക്കെ മാറ്റിമറിക്കാൻ പറ്റുന്ന ഒരു മാസമാണിത്. അതിൻ്റെ ഫിനാൻഷ്യൽ ലാഭങ്ങളെക്കുറിച്ചൊക്കെ ഞാൻ പലതും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഞാൻ ഫിനാൻഷ്യൽ ലാഭമല്ല, ഒരു പേഴ്സൺ എന്നുള്ള നിലയിൽ നിങ്ങൾക്ക് ഈ ക്രാഷിന് ജോയിൻ ചെയ്താൽ എന്തൊക്കെയാണ് ബെനിഫിറ്റ് കിട്ടാൻ പോകുന്നതാണ് പറയാൻ പോകുന്നത് കേട്ടോ. ഇതൊരു ഭയങ്കര സീരിയസ് വീഡിയോസൊക്കെ ആയിരിക്കും. പക്ഷേ നിങ്ങൾ സീരിയസ് ആയിട്ട് തന്നെ കാണാം. ചിലപ്പോൾ പാരൻസിൻ്റെ കൂടെ ഇരുന്ന് കാണാവുന്നതാണ്. നിങ്ങൾക്ക് എന്താ നല്ലൊരു ഡിസിഷൻ എടുക്കാൻ പറ്റും. ഓക്കെ, അത് പ്രധാനമായിട്ട് ഇപ്പോൾ ഉള്ളത് 3 ക്രാഷുകളല്ലേ. CUET-യുടെ ക്രാഷ് ഉണ്ട്, കീമിൻ്റെ ക്രാഷ് ഉണ്ട്, നീറ്റിൻ്റെ ക്രാഷ് ഉണ്ട്. ഓക്കെ, അപ്പോൾ സാറേ ജെയ്ക്കിന് ക്രാഷിന് സ്കോപ്പിലാണ് 4-ാം തീയതി പേസ് 1 എക്സാമാണ്. ഓരോന്നിനെ കുറിച്ച് ഞാൻ പറഞ്ഞുതരാം. എടാ, ഇപ്പം CUET-യുടെ കേസിൽ നിങ്ങൾക്കറിയാം, മോസ്റ്റ്ലി കുറച്ച് ബിടെക് കോഴ്സുകൾ, അങ്ങനത്തെ എന്താ പറയുക പ്രൊഫഷണൽ കോഴ്സുകളൊക്കെ മോസ്റ്റ്ലി ഡിഗ്രി കോഴ്സുകളാണ്. CUET 350ഓളം കോഴ്സുകൾ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നിങ്ങൾ BSc ഫിസിക്സ് നിങ്ങളുടെ നാട്ടിൽ നിന്നുള്ള ഒരു കോളേജ് പഠിക്കുകയാണെങ്കിലും, അല്ലെങ്കിൽ എന്താ പറയുക കേരളത്തിലൊരു ടോപ്പ് മഹാരാജാസ്, ഫറൂഖ് കോളേജ്, ക്രിസ്ത്യൻ കോളേജ്, ദേവഗിരി പോലത്തെ കോളേജ് പഠിക്കുകയാണെങ്കിലും, JNUവിൽ പഠിക്കുകയാണെങ്കിലും, ഇത് കണ്ടന്റ് വൈസ് ഒന്നും വലിയ വ്യത്യാസമൊന്നും ഉണ്ടല്ല. സെയിം ആണ് ഞാൻ പറഞ്ഞില്ല, വലിയ വ്യത്യാസം ഉണ്ട്. അല്ലെങ്കിൽ ആ കണ്ടന്റ് പഠിച്ചുകൊണ്ട് പ്രത്യേകിച്ച് നിങ്ങൾ വലിയ സംഭവമാണെന്ന് പോകുന്നില്ല. പക്ഷേ നിങ്ങൾ പഠിക്കുന്ന ക്യാമ്പസിനനുസരിച്ച് അടുത്ത 3-4 വർഷവും നിങ്ങൾ അവിടെയാണ് സ്പെൻഡ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ വേറെ ലെവൽ മനുഷ്യനാവും. നിങ്ങളെ നാട്ടിൽ എന്താ എന്നും കാണുന്ന ചങ്ങായിമാരോട് തന്നെ നാട്ടിലെ കോളേജ് പഠിക്കുന്നതാണോ, അല്ലെങ്കിൽ നിങ്ങൾ ആലോചിച്ചു നിങ്ങളുടെ നാട്ടിൽ നിന്ന് മഹാരാജാസ് പഠിച്ച, ഫറൂഖ് കോളേജ് പഠിച്ച, ദേവഗിരിയിൽ പഠിച്ച ആൾക്കാർക്ക് ഉറപ്പായിട്ടും കുറച്ച് മാറ്റങ്ങൾ വന്നിട്ടുണ്ടാവും അല്ലേ. അതിനേക്കാൾ എത്രയോ ഇരട്ടിയാണ് സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ നിങ്ങൾ പഠിച്ചത്. അതായത് ഞാൻ എപ്പോഴും എൻ്റെ NIT തള്ളിൻ്റെ ഇടയ്ക്കൊക്കെ ഞാൻ പറയാറുണ്ട്, NIT നിന്നിട്ട് ഏറ്റവും വലിയ മെച്ചം എന്താണെന്ന് വെച്ചാൽ ആ 4 വർഷം ആ ക്യാമ്പസിൽ പഠിക്കാൻ പറ്റി, ഒരുപാട് കിടിലം മനുഷ്യരായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റി. അതൊക്കെ എന്നെ ഞാനാക്കുന്നതിൽ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതേപോലത്തെ ചിലപ്പോൾ അതിനേക്കാൾ ബെറ്റർ ആയിരിക്കും. JNU എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് പല കോളേജ് റാങ്കിങ്ങൾ NIT കാലിക്കറ്റിനേക്കാൾ ടോപ്പാണത് റിസർച്ചിൻ്റെ ഒക്കെ കേസിൽ. അല്ലെ ഡൽഹി യൂണിവേഴ്സിറ്റി, ഒത്തിരി പ്ലേസ്മെൻറ്റുകളൊക്കെ നടക്കുന്ന സ്ഥലം, പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി. അപ്പം അവിടെ നിങ്ങൾക്ക് പഠിക്കാനുള്ള ഗുണമാണ് CUET-ൽ കിട്ടാൻ. ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം, May 15 മുതലാണ് നിങ്ങളുടെ എക്സാം. ഞാൻ ഒരുപാട് വിഷയങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് എനിക്കൊന്ന് ജൂൺ മിഡ് വരെയൊക്കെ എക്സാം ഉണ്ട്. ചിലപ്പോൾ നിങ്ങൾക്ക് എന്തായിരിക്കും, നിങ്ങളുടെ പരീക്ഷകൾ ചിലപ്പോൾ ജൂണിലൊക്കെയാണ് നടക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ CUET ഇപ്പം നിങ്ങൾ മനസ്സ് വെച്ചാൽ, നിങ്ങൾക്ക് മനസ്സ് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് സീറ്റും എന്തുണ്ട് ഈ പറയുന്ന സ്ഥലത്തുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ എന്താണ്, നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ പറ്റും, നിങ്ങൾക്ക് ഹോസ്റ്റലിൽ നിന്ന് പഠിക്കാം. നിങ്ങൾക്ക് അങ്ങനെ ഒരു ആഗ്രഹമുണ്ടെങ്കിൽ എവിടെയെങ്കിലും നല്ല, ഇപ്പം പ്രത്യേകിച്ച് കൊമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റീസുകാരെ സംബന്ധിച്ചിടത്തോളം എന്താണ്, നിങ്ങൾ മോസ്റ്റ്ലി ആൾക്കാർ പോയി ഈ കോഴ്സിനാണ്. നിങ്ങൾ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലേക്ക് നോക്കാം, ഇതിലേക്ക് ജോയിൻ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഓക്കെ, ഇനി കീമിൻ്റെ കേസ്. ഏറ്റവും ഫസ്റ്റ് ആരാണ് കീമിന് പോകേണ്ടതെന്ന് പറഞ്ഞുതരാം. നിങ്ങൾ സയൻസ് എടുത്ത കുട്ടിയായിരിക്കണം. അതേപോലെ നിങ്ങൾക്ക് ലൈഫിൽ എന്തെങ്കിലും ഇപ്പം പ്രത്യേകിച്ച് എന്ത് പഠിക്കണം, എങ്ങോട്ടാവണം എന്ന് നിങ്ങൾക്ക് ആഗ്രഹമില്ല എന്ന് മാത്രമല്ല, നിങ്ങളുടെ മുന്നിൽ നീറ്റ് എന്ന സ്വപ്നവും നിങ്ങൾക്കില്ല. ഓക്കെ, ഒരു പരിധിവരെ NIT IIT നിങ്ങളെ കൊണ്ട് കിട്ടൂല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ട്. അത്രയും ഹാർഡ് വർക്ക് ചെയ്യാൻ നിങ്ങൾ റിപ്പീറ്റ് ചെയ്യാൻ റെഡിയില്ല, അതിനുവേണ്ടി കഷ്ടപ്പെടുന്നു റെഡിയില്ല എന്നാണെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ ഏറ്റവും നല്ല ഓപ്ഷനാണ് കീം എഴുതിയിട്ട് കേരളത്തിലൊരു ടോപ്പ് എഞ്ചിനീയറിംഗ് കോളേജ് പഠിക്കുക. കാരണം മക്കളെ, നിങ്ങൾ ഇപ്പോൾ മനസ്സിലാക്കേണ്ടത് ബിടെക് എന്ന് പറയുന്ന ഒരു പരിധി വരെ BSc ഫിസിക്സ് പോലെ ഒരു ഡിഗ്രി പോലെ തന്നെയാണ്. ബിടെക് പഠിച്ചുകൊണ്ട് മാത്രം നിങ്ങൾക്ക് ബിടെക് സിവിൽ എഞ്ചിനീയർ ചെയ്ത് നിങ്ങളെല്ലാവരും സിവിൽ എഞ്ചിനീയറുടെ ജോലിക്കൊന്നല്ല പോകും, പല ജോലികൾക്കും പോകും. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇപ്പോഴും ഗ്രാജുവേഷൻ ബേസിക് റിക്വയർമെൻ്റ് ആയിട്ടുള്ള പല ജോലികൾക്കും ഏറ്റവും കൂടുതൽ ആൾക്കാരെടുക്കുക ബിടെക്കാരാണ്. ബിടെക്കിന്റെ ഫ്യൂച്ചർ ഉറപ്പായിട്ട് മുന്നോട്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെ എന്താണ്, നിങ്ങൾക്ക് കേരളത്തിൽ, അതായത് IIT NIT ഒന്നും എന്നെ കൊണ്ട് പറ്റില്ല, റിപ്പീറ്റ് അതിലേക്കൊന്നും പോകാൻ എനിക്ക് താല്പര്യമില്ല, ഡോക്ടർ ആവാൻ എനിക്ക് താല്പര്യമില്ല, പിന്നെന്താ എഞ്ചിനീയർ ആവുന്നതിന് പ്രത്യേകിച്ച് വിരോധമൊന്നുമില്ലെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ഇനി അങ്ങോട്ടുള്ള ദിവസം കീമിന് വേണ്ടി നിങ്ങൾ ട്രൈ ചെയ്യണം. കാരണം എന്താ വെച്ചാൽ കീമിൻ്റെ പരീക്ഷ നടക്കുന്നത് June 1 മുതലാണ്. അതായത് ഇന്ന് ഈ വീഡിയോ എടുത്ത് വെച്ച് നോക്കുന്നതാണെങ്കിൽ ഏകദേശം 60-ലേറെ ദിവസം നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. നിങ്ങൾക്ക് ആകെ പഠിക്കാനുള്ളത് 75 ചാപ്റ്ററാണ്. ആൻഡ് കീമിൽ അടുത്തതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഫസ്റ്റ് റാങ്ക് ഒന്നും വേണ്ട. അതായത് കീമിൽ ആദ്യത്തെ 2000 റാങ്കിലെ ഭൂരിഭാഗം ആൾക്കാരും NIT-ലും IIT-ലും തന്നെ പോവും. കീമിലെ ടോപ്പ് വരാൻ പോകുന്നത് എന്താ, 2000-ന് ശേഷമുള്ള റാങ്ക്. നിങ്ങളെ മുന്നിലത്തെ 2000 ആൾക്കാർ വേറെ പോവും. അപ്പോൾ ബാക്കിയുള്ള വെച്ച് നിങ്ങൾക്ക് എങ്ങനെ നോക്കുകയാണെങ്കിലും അത്യാവശ്യം ഒരു ടോപ്പ് 10 എഞ്ചിനീയറിംഗ് കോളേജ് പഠിക്കാൻ ഇനി അങ്ങോട്ടുള്ള കുറച്ച് ദിവസം ക്രാഷ് നിങ്ങൾ പഠിച്ചാൽ. ഇവിടെയൊക്കെ ഞാൻ വേറൊരു കാര്യം കൂടി പറഞ്ഞ, ക്രാഷിൽ ജോയിൻ ചെയ്തിട്ട് കാര്യമില്ല. പക്ഷേ എന്താണ്
ജോയിൻ ചെയ്തിട്ട് പഠിക്കാൻ നിങ്ങൾ തയ്യാറായാലും മാത്രമേ നടക്കുള്ളൂ. ഇനി ഏറ്റവും ലാസ്റ്റ് നീറ്റ്. എടാ നീറ്റിൻ്റെ കേസിൽ ഞാൻ റിയാലിറ്റി ഏറ്റവും ആദ്യം തന്നെ നിങ്ങളോട് പറഞ്ഞുതരാം. അതായത് നിങ്ങൾ +1 +2 നല്ല രീതിയിൽ നീറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്തിട്ട് ഒരു 70%, 100% നിങ്ങൾ കൊണ്ട് പറ്റും, 70% പോർഷനെങ്കിലും നീറ്റ് ലെവലിൽ നിങ്ങൾ പഠിച്ചാൽ മാത്രമേ ക്രാഷ് വഴി എന്തുള്ളൂ നിങ്ങൾക്ക് നീറ്റിന് അഡ്മിഷൻ കിട്ടുള്ളൂ. നീറ്റിന് അഡ്മിഷൻ കിട്ടിയ, ക്രാഷിൽ ജോയിൻ ചെയ്ത് അഡ്മിഷൻ കിട്ടിയ ഒരുപാട് ആൾക്കാരെ എനിക്കറിയാം. പക്ഷേ അവരൊക്കെ എന്താണ് +1 +2 നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്. ബാക്കിയുള്ള ആളെ സംബന്ധിച്ച് അപ്പോൾ സാറേ നീറ്റ് ക്രാഷ് കൊണ്ടത് ഉപകാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് മൈൻഡ് സെറ്റിൻ്റെ വിഷയമാണ്. അതായത് മക്കളെ നിങ്ങൾ വിചാരിക്കുന്നത് നീറ്റ് റിപ്പീറ്റ് ചെയ്തിട്ട് അന്ന് ഞാൻ ആ കോച്ചിങ് സെൻറ്ററിൽ പോയി അന്ന് മുതൽ ഞാൻ അങ്ങോട്ട് തകർത്ത് പഠിക്കും, പിന്നെ എന്നെ പിടിച്ചേക്കണം, അതൊന്നും നടക്കാൻ പോകുന്നില്ല. അതെന്താണ്? അതൊരു കൾച്ചറാണ്. അതായത് നിങ്ങളിപ്പോൾ ഏകദേശം നിങ്ങളെ പീക്ക് ലെവലിൽ പഠിച്ചായിരിക്കും +2 എക്സാമിന് വേണ്ടി. അതിനുശേഷമുള്ള ഒരു മാസം നിങ്ങൾ ഏതെങ്കിലും ക്രാഷിന് ചെയ്യും, ഒരു രീതിയിൽ നിങ്ങളെ പോർഷൻസ് ഒന്നും തീരാൻ പോകുന്നില്ല കേട്ടോ. ക്രാഷ് അതായത് ഞങ്ങൾ പോർഷൻസ് തീർക്കും, പക്ഷെ നിങ്ങൾ പഠിച്ച് തീരാന്ന് പോകുന്നില്ല. ഡെയിലി 3 ചാപ്റ്റർ ഒന്നും നീറ്റ് ലെവലൊന്നും പഠിക്കാനാവില്ല. പക്ഷേ എന്താണ്, നിങ്ങൾ തലകുത്തി മറിഞ്ഞ് രാവും പകലും ഇരുന്ന് പഠിച്ചിട്ടാണ് മെയ് 5 ആകുമ്പോഴത്തേക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പഠിച്ച സമയമാണ് മെയ് 4-ാം തീയതി. ആ ഒരു പവർ, ആ ഒരു പീക്കിലെത്തിയ നിങ്ങൾ റിപ്പീറ്റ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഷട്ടപടയെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് അവിടെ നേരെ ട്രാക്ക് കയറാൻ പറ്റും. ചില കുട്ടികളൊക്കെ ഇപ്പോൾ നിങ്ങളിൽ തന്നെ ഒരുപാട് ആൾക്കാരുണ്ട്, ഇനി എന്തായാലും റിപ്പീറ്റ് ചെയ്യാൻ പോകണം, കുറച്ച് കഷ്ടപ്പെടാം, അപ്പോൾ ഈ ഒരു മാസം എന്ത് ചെയ്യട്ടെ ഞാനൊന്ന് ചില്ലാക്കട്ടെ എന്ന് വിചാരിക്കുന്ന കുറേ കുട്ടികളുണ്ടാവും അല്ലേ. അപ്പം അവരോട് എനിക്ക് പറയാനുള്ളത്, എന്തായാലും നിങ്ങൾ ഒരു വർഷവും ഒരുപാട് പൈസയൊക്കെ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നിങ്ങളുടെ നീറ്റ് റിപ്പീറ്റ് തുടങ്ങേണ്ടത് ബോർഡ് എക്സാം കഴിഞ്ഞ മുതലാണ്. ആ ഒരു രീതിയിൽ ഒരു ഇതുണ്ടാക്കാൻ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് നീറ്റ് റിപ്പീറ്റിന് പോകാം. ഇനി ചില കുട്ടികൾ സാറേ ഇങ്ങനെയാണെങ്കിൽ റെസിഡൻഷ്യൽ, ഇപ്പം നമുക്ക് റെസിഡൻഷ്യൽ ബാച്ച് ഉണ്ടല്ലോ, ബോയ്സ് അഡ്മിഷൻ കഴിഞ്ഞിട്ടോ, ഗേൾസിന് മാത്രം എന്തുണ്ട് ഇപ്പോൾ സ്റ്റിൽ അഡ്മിഷൻ ഉണ്ട്. അപ്പോൾ റെസിഡൻഷ്യൽ ബാച്ചിൽ ജോയിൻ ചെയ്താൽ എന്താ ഗുണം എന്ന് ചോദിക്കുമ്പോൾ അവിടെ രണ്ടാമതൊരു പാർട്ടും കൂടെ ഉണ്ട്. അത് നിങ്ങൾ റിപ്പീറ്റ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു മാസം ഫുള്ള് കരച്ചിലും മിസ്സിങ്ങും അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ പ്രശ്നങ്ങൾ. അതായത് പ്രത്യേകിച്ച് പെൺകുട്ടികളെ ഈ കരച്ചിൽ, അവർക്ക് അമ്മേനെ മിസ് ചെയ്യും, അനിയനെ മിസ് ചെയ്യും, എന്തിന് വീട്ടിലെ പൂച്ചക്കുട്ടീനെ അടക്കം മിസ് ചെയ്ത കുട്ടികളുണ്ട്. അപ്പം അവരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സാധനമൊക്കെ ഈ റെസിഡൻഷ്യൽ സമയത്ത് എന്താ അങ്ങ് സെറ്റ് ആയിക്കോളും. അത് ഒരു മാസത്തെ കരച്ചിലൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴത്തേക്ക് പാടൊക്കെ വേറെ വഴിക്കെത്തിയിട്ടും. അതേപോലെ മറ്റൊരു പ്രശ്നമാണ്, എന്തായാലും നിങ്ങൾ വീട്ടിൽ മിക്കവാറും ഒരു സ്വന്തം റൂമിൽ സ്വന്തം റൂമിലായിരിക്കും നിങ്ങൾ ഒറ്റയ്ക്ക് കിടന്നുറങ്ങാം. പക്ഷെ നിങ്ങൾ ഹോസ്റ്റലിൽ എന്തുണ്ടാവും 4-6 ആൾക്കാരൊക്കെ അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ കുറച്ച് സമയം വേണം. അതൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, ഈ ക്രാഷിൻ്റെ ഇതിൽ പറ്റും എന്ന് മാത്രമല്ല, ഈ ഞാൻ നേരത്തെ പറഞ്ഞ രാവും പകലും പഠിക്കുക എന്നുള്ള മൈൻഡ് സെറ്റ് കുറച്ചും കൂടെ ഡിസ്ട്രാക്ഷൻ ഫ്രീ ആയിട്ടുള്ള നമ്മുടെ റെസിഡൻഷ്യൽ ക്യാമ്പസിൽ വന്നാലാണ് നിങ്ങൾക്ക് കൂടുതൽ കിട്ടുക. അതായത് അതിന് നിങ്ങൾ കൊടുക്കുന്ന ഒരു പേ എന്ന് പറയുന്നത് കുറച്ചും കൂടെ കൂടുതൽ ഫീസ് നിങ്ങൾ കൊടുക്കുന്നുണ്ട്. പക്ഷെ എന്നാലും നിങ്ങളെ പാരൻസിന് അത് അഫോർഡ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഞാൻ പറയാം, ഉറപ്പായിട്ടും നിങ്ങൾ റെസിഡൻഷ്യൽ ക്രാഷിലേക്ക് വരണം. അതായത് ഒന്നും കൂടെ പറയുകയാണെങ്കിൽ നീറ്റിൻ്റെ കേസിൽ അതായത് CUETയുടെയും കീമിൻ്റെ കേസിൽ നിങ്ങൾ മര്യാദയ്ക്ക് പഠിച്ചാൽ നിങ്ങളുടെ ലൈഫ് സെറ്റാണ്, നിങ്ങൾ വിചാരിച്ച ഗോളിലേക്ക് എത്തും. നീറ്റിൻ്റെ കേസിലാണെങ്കിൽ നിങ്ങൾ ഓൺലൈൻ ക്രാഷിന് വന്നു കഴിഞ്ഞാൽ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾ റിപ്പീറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന നിങ്ങളുടെ ഒരു സ്കോർ ഉണ്ടാവുമല്ലോ, ആ സ്കോറിനേക്കാൾ മിനിമം ഒരു 50 മാർക്കും കൂടെ കൂടുതൽ കിട്ടും. ഇനിയോ നിങ്ങളത് റെസിഡൻഷ്യലാണെങ്കിൽ ചിലപ്പോൾ അതെന്താണ് 100+ മാർക്ക് നിങ്ങൾക്ക് കൂടുതൽ കിട്ടാൻ ചാൻസ് ഉണ്ട്. ആ ഒരു മൈൻഡ് സെറ്റിലേക്ക്, ആ ഒരു ട്രാക്കിലേക്ക് നിങ്ങൾ ആസ് ഏർലി ആയിട്ട് എത്തും. ഇത് മാത്രമാണ് ക്രാഷ് കൊണ്ടുള്ള ഗുണം. ഇതുപോലെ അല്ലേ. അപ്പോൾ എന്ത് ചെയ്യുക, ക്രാഷിന് പോകണ്ടെന്നൊക്കെ പറയുന്ന ആൾക്കാർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് എഡ്യൂപോർട്ടിൻ്റെ ക്രാഷ് ബാച്ചിലേക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ താഴെ കാണുന്ന ഫോം എന്ത് ചെയ്യുക, ഫില്ല് ചെയ്യുക എന്ന് മാത്രമല്ല, ഇനി എങ്ങനെ ക്രാഷിന് പഠിക്കണം എന്ന് പറഞ്ഞു തരാൻ വേണ്ടി ഒരു നീറ്റിൻ്റെ ക്രാഷ് ലൈവ് ഉണ്ട്, ഒരു ഓറിയൻറ്റേഷൻ ലൈവ് ഉണ്ട്. അത് ഇന്ന് രാത്രി 7:30 നിങ്ങൾ എന്തായാലും പങ്കെടുക്കാം. അപ്പം ശരി.